ഇന്ന് ഞാൻ ഉള്ളിപ്പുളി എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും നിങ്ങളെ കാണിക്കാം. പക്ഷേ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ വിണ്ടിത്തോരൻ വെച്ചായിരുന്നു. ആ വിണ്ടിത്തോരൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ആ വീഡിയോ ഒത്തിരി ലെന്തായിട്ട് ഞാനങ്ങ് നിർത്തി. ഒത്തിരി മണിക്കൂർ എടുക്കുന്നത് കാരണം. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഒരെണ്ണത്തിൽ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ തേങ്ങ വറക്കുക. ഇതിനുള്ള അപ്പം നമ്മൾ ഈ തേങ്ങ വറക്കുന്നതിനകത്ത് 2 തണ്ട് കരിയാപ്പില ഇട്ടു, പിന്നെ ഒരു ശകലം പിന്നെ ഉലുവായി. അപ്പോൾ ഇതിട്ട് നമുക്ക് ഇതൊന്നും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കൊച്ചു ചീനിച്ചട്ടി ഇതിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് തേങ്ങയ്ക്ക് ഒരു എണ്ണമയം ഉണ്ട്, അതുകൊണ്ട് അതേ ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് അപ്പോൾ ഇതൊന്ന് മൂക്കുന്നിടം വരെ നമുക്കൊന്ന് ഇരിക്കും. അപ്പം പിന്നെ അരി വെന്തിട്ടുണ്ട്, ചോറ് അടച്ചിട്ടു, പിന്നെ വിണ്ടിയുടെ തോരൻ വെച്ചു, പിന്നെ ഇതെന്തോ സാമ്പാർ പരിപ്പ് ഇട്ട് അതും തോരൻ വെച്ചു. ഇനിയിപ്പം നമ്മൾ ഉള്ളിപ്പുളി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വെക്കുന്നത് ഉള്ളി തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി ഒരു വലിയ ഉള്ളിയും കൂടെ വെച്ചിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് നമ്മൾ പച്ചമുളക് കൊണ്ടിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന മുളക് പൊടി, പിന്നെ ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയോ ഇച്ചിരി ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ നല്ലോണം മൂപ്പിച്ചിട്ട് ഒരു ശകലം കായവും കൂടി ഇടും. അത് മുളകാണെങ്കിൽ മുളക് വെച്ച് വെക്കുകയാണെങ്കിൽ. പിന്നെ ഇപ്പം നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് കായം ചേർക്കത്തില്ല. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ അത്രയാണ് മുളക് വെക്കുന്നത്. ഇതിപ്പം തേങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങായും ഒരു 2 കഷ്ണം കൊച്ചുള്ളി, ഒരു ശകല ഉലുവായും 3-4 ഉലുവായും പിന്നെ ഇച്ചിരി കരിയാപ്പിലയും കൂട്ടാൻ ഞാനിപ്പോൾ ഇത് വെക്കുന്നത്. അപ്പം 2 രീതിയിലും നമുക്ക് വെക്കാം. മുളക് പൊടി ഇട്ടും വെക്കാം നല്ലോണം. അപ്പം മുളക് പൊടി ഇട്ട് വെക്കുമ്പോൾ ഇച്ചിരി ഏറെ എണ്ണ വേണമെന്നേ ഉള്ളൂ. അതും നല്ല രുചിയാണ് ഉള്ളിപ്പുളി വെച്ചാൽ. ഇതും അതെ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ളവരെല്ലാം ഇത് വെക്കും ഈ ഉള്ളിപ്പുളി. എളുപ്പം എന്നുള്ള കൂട്ടാനാണ്. തേങ്ങ ഒന്നും ഇല്ലെങ്കിൽ എളുപ്പം എന്നൊരു ഉള്ളിപ്പുളി. അതിൻ്റെ കൂടെ ചിലരാണ് ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടാൽ അതും നല്ലത്, കൊത്തി അരിഞ്ഞ്. ഇപ്പം നമ്മുടെ തേങ്ങ എല്ലാം ഒരുവിധം മൂക്കാറായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം. ഇപ്പം നമ്മുടെ തേങ്ങ അങ്ങനെ മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇത് ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, അതുകൊണ്ട് അധികം മൂക്കേണ്ട കാര്യമില്ല. അത് ഇച്ചിരി ഇട്ടു, അതൊന്ന് ചൂടാവട്ടെ. ഇപ്പോഴത്തേക്ക് നമ്മുടെ മുളക് പൊടി, ഇപ്പം ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ശകലം, അത് വറക്കുമ്പോഴും ചേർക്കാൻ വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. അപ്പോൾ എങ്ങനെയും ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്തിട്ട് നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം തീയലിന് ചിലരൊക്കെ അധികം മൂപ്പിക്കത്തില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കത്തില്ല. ഇത് ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇതങ്ങ് ചൂടായിക്കുള്ളൂ. അപ്പം ഞാൻ തീ അങ്ങ് കെടുത്തി. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. പൊള്ളുന്നുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് ശരിക്കും ഇതൊന്നും കിട്ടപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി പൊളിച്ചിട്ടുണ്ട്. ഇനി ഉള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഉള്ളിയെല്ലാം ഇങ്ങനെ 4ആയിട്ടൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇതാണ് കിളിയൊക്കെ അപ്പുറത്ത് കരയുന്ന സൗണ്ട് കേൾക്കും. നല്ല ഇവിടെ എപ്പോഴും ഉണ്ട് ഈ കുഞ്ഞു കിളികൾ. നമ്മുടെ ഈ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മളെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം.
നമുക്ക് അതിന് വേണ്ടി നമ്മളൊരു വറ്റൽ 2 വറ്റലും കൂടെ ഇതിനകത്ത് പിന്നെ ഒന്ന് ചൂടാവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇച്ചിരി കടുകൊന്ന് കിട്ടും. നമ്മുടെ 2 വറ്റൽമുളകും ഇച്ചിരി കരിയാപ്പിലയും ഇച്ചിരി ബാക്കി നമുക്ക് ഇന്നത്തെ അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഞാൻ ഈ തവി തന്നെ എടുക്കും. നിങ്ങൾ വിചാരിക്കുന്നു തവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഉള്ളി ഇതിനകത്തോട്ട് വെക്കും. പക്ഷേ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൊള്ളുമോന്ന്. എനിക്ക് വേറെ ചീനിച്ചട്ടിയില്ല. അപ്പം നമുക്കിത് വറുത്തിട്ടൊരു ചട്ടിക്കകത്ത് വെക്കണമെന്ന് തോന്നുന്നു. ഇതിപ്പം എല്ലാം കൂടി പറ്റത്തില്ല. എന്നാലും ഇതൊന്ന് നോക്കട്ടെ. ഞാനൊരു ചട്ടി എടുത്തുണ്ട്. അല്ലാതെ ഇത് കൊള്ളത്തില്ല. നമുക്ക് ഈ ഉള്ളതെല്ലാം ചെറിയ പാത്രം. അപ്പം നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ ഒന്നിടും. നമുക്ക് ഇതിനകത്തോട്ടിട്ട് വറക്കാം. കുഞ്ഞു ചട്ടിയായാലും ഇത് കൊള്ളത്തില്ല. നമ്മുടെ ഇതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ ഫലൂദ ഉണ്ടാക്കിയതാണ്. സേമിയയും അതും ഇതുമൊക്കെ ഇട്ട് കണ്ടോ. ഫലൂദയുടെ മിക്സ് മേടിച്ചിട്ട് അതുണ്ടാക്കിയത്. അത് 2 സ്പൂൺ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. കണ്ടോ. അതിൽ ഞാൻ രാമേട്ടനും എടുത്ത് തരും. അത്ര ഇനി ഞാൻ കുടിക്കാൻ പോകും. അപ്പം നമ്മുടെ ചീനിച്ചട്ടി നമ്മുടെ ഈ ചട്ടി കിടന്ന് ഉള്ളി നല്ലോണം ഒന്ന് മൂക്കട്ടെ. അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ഫലൂദ എടുത്ത് വെച്ചതുണ്ട്. അതൊന്ന് കുടിക്കട്ടെ. അപ്പോൾ ഇതിവിടെ കണ്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് രസത്തിനുള്ള എല്ലാം തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പുളി നമ്മളിതിനകത്തോട്ട് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ച് ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ നമ്മളിതിനകത്തോട്ട് ചേർക്കും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പം നമുക്ക് നമ്മുടെ അരപ്പിടും. അപ്പം നമ്മൾ രസത്തിനും എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി കാണിക്കും. തേങ്ങ വറുത്ത് വെച്ചിരുന്നുണ്ട്, വറുത്തരച്ചതുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഉള്ളിപ്പുളിക്കകത്തോട്ട് അപ്പം നമ്മുടെ ഇതിനകത്തൊക്കെ വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. തീയൽ കിടന്ന് തിളയ്ക്കും. ഇനി നമുക്ക് രസം വെക്കാൻ വേണ്ടി ഞാൻ 4 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലോട്ടിട്ട് ഒന്ന് അടുപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ഈ ഉള്ളി പക്ഷേ നമ്മൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇടും. പിന്നെ ഇച്ചിരേറെ വേണം വെളുത്തുള്ളി. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം, കുരുമുളക് പൊടി എടുക്കാം. അപ്പം നമ്മൾ ഇത്രയും ഇഞ്ചി ഇട്ടു. പിന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി രസത്തിന് കേട്ടോ, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇടണം, പിന്നെ കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി പിന്നിടാം. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ
കുറച്ച് ഉപ്പൂടി ഇടുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം.